ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യൂറോ ട്രക്ക് സിമുലേറ്ററിൽ എങ്ങനെ സ്റ്റിയറിംഗ് വീലും ആക്സിലേറ്ററും ബ്രേക്കും ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ജസ്റ്റ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കിയതായിരുന്നു. അതുപോലെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഏതായാലും ഉണ്ടാക്കി വെച്ചത് അഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് വന്ന ആക്സിലേറ്റർ, ഇതൊന്ന് ബ്രേക്കുമാണ്. ഇത് വേറൊരു മൗസിൻ്റെ ബോർഡാണ്. ഇതിൽ കാണുന്ന ഈ സ്വിച്ചാണ് നമ്മൾ ഇതിൻ്റെ നേരെ ആക്സിലേറ്ററിൻ്റെ ബ്രേക്കിൻ്റെ അടിയിൽ നമ്മൾ സ്വിച്ചാക്കി കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന മൗസിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന് നേരെ അപ്പുറത്തായിട്ട് ഈ കാണുന്ന 2 പോയിൻ്റ് ആയിരിക്കും. ആ 2 പോയിന്റിലാണ് നമ്മൾ വയർ കണക്ട് ചെയ്യേണ്ടത്. ഞാൻ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു വുഡിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗ്ലൂ ചെയ്ത് അതിൻ്റെ മുകളിലാണ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. സ്വിച്ചിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാർഡ്ബോർഡോ ഒരു ഫൈബർ ഗ്ലാസ് ചെയ്ത് വെച്ച ഷീറ്റ് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ടാണ് മുകളിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ചവിട്ടുമ്പോൾ കറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ പൈപ്പ് നേരെ താഴത്തേക്ക് ഇറക്കിയിട്ട് ഇവിടെ 3 സ്ക്രൂ ഇട്ടിട്ട് ഒന്ന് താഴത്തും പൈപ്പ് 2 സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് ഇറങ്ങാണ്ടിരിക്കണം, 2 സൈഡിലേക്ക് നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 സ്ക്രൂ ടൈറ്റാക്കി. പിന്നെ നേരെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 2 വുഡിൻ്റെ കഷ്ണം വെച്ച് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം ചെയ്താലും അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് മൗസ് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കിൻ്റെ പാർട്ടാണ്. അത് താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് അതിലാണ് മൗസ് ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ സെറ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റും. എടുത്തിട്ട് ഞാനിപ്പോൾ ഈ പൈപ്പ് ഇതിന്മേൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് MC ഉപയോഗിച്ചിട്ടാണ്. MC ഉപയോഗിച്ചാണ് ഇതിപ്പോൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഡിസ്ക് അതേമാതിരി പൈപ്പ് ഇതേമാതിരി ഗ്ലൂ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 2 ഡിസ്ക് വെച്ചിട്ടാണ്. ആദ്യം ഫസ്റ്റ് ഡിസ്കിൽ ഇതുപോലെ തുണി വെച്ചിട്ട് സൂപ്പർ ഗ്ലൂ വെച്ചാണ് ഇത് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. അടിയിലെ ഡിസ്ക് ഒരു ബലത്തിന് വേണ്ടി കൊടുത്താണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് ഞാൻ മൗസ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ അപ്പുറത്തൊരു കുടയുടെ പിടി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ഡിസ്കും മൗസും കറക്റ്റ് ലെവലിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ മൗസിനുള്ളിലത്തെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്ന ചെറിയ സ്വിച്ചിൻ്റെ കണക്ഷനെ കൊടുത്തിട്ടുള്ളത് ഹോണിൻ്റെ കണക്ഷനായിട്ടാണ്. ആക്സിലേറ്ററിൻ്റെയും ബ്രേക്കിൻ്റെയും ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കണം. ഞാനൊരു പട്ടിക കഷ്ണം എടുത്തിട്ട് ഞാനവിടെ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ക്രോസ് ആയത് കട്ട് ചെയ്തിട്ട് വേറൊരു പട്ടിക കഷ്ണം അവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ബലത്തിന് വേണ്ടി അപ്പുറത്തെ സൈഡും ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ വർക്കിങ്ങും സെറ്റിങ്സും ഒന്ന് നോക്കാം.
നിങ്ങൾക്ക് സ്റ്റിയറിംഗ് വീല് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ കൺട്രോളിൽ പോവാം. കൺട്രോൾ നേരെ മുകളിലുണ്ടാവും. ഒന്നിൽ കീബോർഡ് ഓൺ ഉണ്ടാവും, അല്ലെങ്കിൽ കീബോർഡ് പ്ലസ് മൗസ് സ്റ്റിയറിംഗ് ഉണ്ടാവും. അതിൽ മൗസ് സ്റ്റിയറിംഗ് പ്ലസ് കീബോർഡും ആണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യാം. എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാവുന്നതാണ്. അതുപോലെ കൺട്രോൾസിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി, സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി പക്ക കുറച്ച് വെക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ കീബോർഡ് സെറ്റിങ്സിൽ ഓപ്ഷനിൽ കീബോർഡ് സെറ്റിങ്സിൽ നമ്മുടെ ആക്സിലേറ്ററിൻ്റെയും ബ്രേക്കിൻ്റെയും ആ സ്വിച്ച് ഒന്ന് മാറ്റി കൊടുക്കണം. അതിൽ WS ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആക്സിലേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്വിച്ച് ആഡ് ആയിക്കോളും. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെയും മാറ്റി അതേമാതിരി S എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ആയിക്കോളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.